ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വലിയൊരു മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ചെറുതാ ഉണ്ടാക്കിയത്, പക്ഷെ ഇന്ന് ഉണ്ടാക്കുമ്പോൾ വലുതായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് വലുതായിട്ട്. പക്ഷെ വെറൈറ്റി അതിൽ വലുത് മാത്രമല്ല, അതിലൊരു കളർഫുൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പച്ചക്കറിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൽ കളറൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പൊ നമുക്ക് ഒരു അടിപൊളി മൈസൂർ പാക്ക് ഉണ്ടാക്കി അല്ലേ. കടലമാവ് വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഈ ഉരുളി വെച്ചു കൊടുക്കാം. അപ്പൊ ഉരുളി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം അല്ലേ. ഗ്രാം ഫ്ലോർ, മണം വരുന്നില്ലേ? അതെ, നന്നായി വറുത്തെടുത്താലേ നമുക്ക് ഒരു പച്ചമണം പോവുള്ളൂ. അപ്പം അതുവരെ നമുക്ക് നന്നായി വറുക്കാം. ക്യാരറ്റ് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മൈസൂർ പാക്ക് നമ്മൾ 5 കളറിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ മിന്റ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണ 3 വെജിറ്റബിളിന്റെ കളർ. ബാക്കി 2 കളർ വന്നിട്ട് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്ന ജെൽ കളർ അതിൽ യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ അത് എങ്ങനെ കളറൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇനിയാണ് നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പോണത്. പഞ്ചസാര, വെള്ളം, കടലമാവ്, കളറിനായിട്ട് നമ്മൾ മിന്റ് അടിച്ച് അതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഈ കളറിനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ലൊരു മണത്തിന് വേണ്ടി നമുക്കൊരു നെയ്യിട്ട് കൊടുക്കും. അടുത്ത് നമുക്ക് ബീറ്റ്റൂട്ട്. മതി. ഒരു തരം പിങ്ക് കളറായിട്ടുണ്ട് സുല, ഒരു റോസ് പർപ്പിൾ അല്ലേ? അതെ. അപ്പൊ അടുത്ത് നമുക്ക് ക്യാരറ്റ് ജ്യൂസ്. ക്യാരറ്റ്, പക്ഷെ മഞ്ഞ തന്നെ ആയിട്ടുണ്ടല്ലേ കളറ്. ക്യാരറ്റ് അത്ര റെഡ് ആയില്ല. അപ്പൊ അടുത്ത കളർ എന്താ വെച്ചാൽ നീല നമ്മൾ യൂസ് ചെയ്യണത്, ബ്ലൂ കളർ. പക്ഷെ നമ്മുടെ കയ്യില് ബ്ലൂബെറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് 3 ഫ്രൂട്ടാണ്.
സംഭവം ഈ കടല മഞ്ഞ കളർ ആയതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ കളർ ഇട്ടപ്പോൾ പച്ച കളർ ഏതൊരു പച്ച കളർ പക്ഷേ കുഴപ്പമില്ല അല്ലേ നമുക്ക് കളർ ഈ കളർ മതി. അപ്പം നീല കളർ ഇട്ട് നോക്കിയതാണ് പച്ചയായില്ലേ പച്ച കളർ കിട്ടി കാരണം അത് ഗ്രാം ഫ്ലോർ മഞ്ഞ നമ്മൾ യൂസ് ചെയ്ത കളർ നീല അപ്പം അങ്ങനെ പച്ചയായി കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ വലിയ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ ഫലൂഡ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒന്ന് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചുറ്റും. അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞ കളർ കൊണ്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറേ നേരം ആയതുകൊണ്ട് കുറച്ച് കട്ടിയായി. ഇനി അടുത്ത് നമുക്ക് റെഡ് കളർ ബീട്രൂട്ടിൻ്റെ കളർ നമ്മുടെ. അപ്പോൾ മൈസൂർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് കൂടെ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ പച്ച കളറ് സംഭവം നീലല്ലേ? നീലയാണ് പച്ചയായത്. നീല ഇട്ടപ്പോൾ പച്ചയായി. സംഭവം നമ്മൾ ബ്ലൂബെറി ചേർക്കാൻ വിചാരിച്ചു, പക്ഷേ ബ്ലൂബെറി എവിടെയും കിട്ടിയില്ല. സാധാ വെച്ചു നമുക്ക് ഒന്ന് സെറ്റായി കൊടുക്കും ലെവലൊക്കെ. ഇനി അടുത്ത കളറ് മിൻറ്റ്. അപ്പോൾ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ മൈസൂർ പാക്ക്, അതും കളർഫുൾ അല്ലേ? അതെ. ഇനി ഇത് കുറച്ച് ചൂടുണ്ട്, അത് ചൂടൊക്കെ ആറിയിട്ടൊന്ന് കട്ടിയായിട്ട് വേണം നമുക്ക് ഇതൊന്ന് കൊട്ടിയിട്ട് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് ആറിയ ശേഷം നമുക്കൊന്ന് കൊട്ടി നോക്കാം. എപ്പോഴും ചൂടുണ്ട് കേട്ടോ ക്ലാസ്സിൽ പിടിക്കുമ്പോൾ. അപ്പോൾ പൊളി. അപ്പോൾ ഇതിൽ നമ്മൾ 5 കളർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ 4 കളറിൽ തന്നെ ഏകദേശം ഫുള്ളായ സ്ഥിതിക്ക് നമ്മൾ ഒരു കളർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഒരു കളർ ഉദ്ദേശിച്ചതെന്ന് അറിയാം, ആ മഞ്ഞ സാധാ മൈസൂർ പാക്കിൻ്റെ കളറായിരുന്നു. അതെ, അപ്പോൾ ആ സാധാ മൈസൂർ പാക്ക് കളർ ഒഴിവാക്കി നമ്മൾ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് തണുപ്പൊക്കെ ആറിയിട്ട് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മൈസൂർ പാക്ക്. ഇനി നമ്മൾ ഈ ഗ്ലാസ്സിനെ ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള സാധനം നമുക്ക് പുറത്തെടുക്കാം. പുറത്താക്കാല്ലേ മൈസൂർ പാക്ക്. അപ്പോൾ ഇതിൻ്റെ അടിയത്തെ ഗ്ലാസ്സാണ് നമ്മൾ എടുത്തു മാറ്റാൻ പോകുന്നത്. നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ ഗ്ലാസ് മാത്രമായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ നിർത്തി വെച്ചിട്ട് ആദ്യം എടുക്കാൻ നോക്കാം അല്ലേ? ശരി, ഓക്കെ. പോട്ടെ, ഗ്ലാസ് പോട്ടെ. വല്ലോ അപ്പോൾ അത് വരുന്ന സാധനം കുറച്ച് പുറത്തെത്തി. ഇതെങ്ങനെ ആക്കി മതി. ഇതെങ്ങനെ ആക്കി വരുന്ന ഗായ്സ്. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് പണിയാവുന്നുണ്ട്, കാരണം ബീട്രൂട്ട് മാത്രം സോഫ്റ്റ് ആയില്ല, ബാക്കിയൊക്കെ ഹാർഡായി. അതെ, സംഭവം ചെറുതായി പാളിയെങ്കിലും നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വീക്ക് കട്ട് ചെയ്ത് കൊടുക്കല്ലേ? ഏനാണ് ജിഷ്ണു? നമ്മൾ പുതിയ ചക്കയാണ്, നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഇനി നമുക്ക് മറ്റേ ടേസ്റ്റ് ബീട്രൂട്ട്, നമ്മൾ പണി തന്ന ബീട്രൂട്ട് നമുക്ക് ബീട്രൂട്ട് കുറച്ച് ജെല്ലി പോലെ പക്ഷെ ഇതില് ഫ്ലേവർ ആയിട്ടൊന്നും അറിയണമെന്നില്ലല്ലോ.
ഇത് നമ്മൾ മിന്റ് ഉണ്ടാക്കി മിന്റ് ഫ്ലേവർ ആണോ? മിന്റ് ഫ്ലേവർ കത്തിയിലെ ഇത് നന്നായി കട്ട് ചെയ്യുന്നുട്ടാ. ഒന്നല്ലേ മിന്റ് നന്നായി കട്ടിയുണ്ട് അല്ലേ? നല്ല കട്ട് ചെയ്യുന്നു, നന്നായി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് സംഭവം അടി വെച്ചോണ്ട് എന്താ പ്രശ്നമാവും അല്ലേ? നമുക്ക് മറ്റേ മിന്നിന്റെ ഫ്ലേവർ നന്നായി അറിയാം. നന്നായിട്ട് അറിയണല്ലേ? ഇത് കളർ ഇട്ടതാണ്, അപ്പൊ ഇതിൽ വലിയ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. കളർ ഫ്ലേവർ മധുരം ഉണ്ടാവും. മധുരം ഉണ്ടാവും. മധുരമൊക്കെ നന്നായിട്ട്. നല്ല കളറും ഉണ്ട്. ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ്? മഞ്ഞ മഞ്ഞല്ലേ? ഇതില്ലേ ക്യാരറ്റ് മിന്റില്ലേ? മിന്റും ക്യാരറ്റും സംഭവം അടിയത്ത് മേലത്തെയാണ് കട്ട് ചെയ്തില്ലേ കുറച്ച് അടിയിട്ട് മേലത്തെ നല്ലപോലെ കട്ട് മാത്രം കുറച്ച് ഇതായില്ലേ അടിയത്ത് ആ ബീട്രൂട്ട് കുളമായി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്തി വെക്കായിരുന്നു, നമ്മൾ അതായത് പ്ലാന്. പക്ഷേ ബീട്രൂട്ട് കട്ടി കുറഞ്ഞപ്പോൾ സംഭവം നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ മനുഷ്യർ കടത്തിയിട്ട് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കഴിപ്പിച്ചു. അപ്പോൾ ഇത് കേട് വന്നുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് ഞങ്ങൾ 3 ടേസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ധനുവും പട്ടിനെ വിളിച്ച് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ കട്ടി പിടിക്കാണ്ടിരിക്കാനുള്ള കാരണം വന്നിട്ട് നമ്മൾ ഇത് പാവാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. പാവാകുന്ന മുന്നേ തന്നെ നമ്മൾ മാവ് കൊട്ടി ഈ 5 കളർ ഉണ്ടാക്കി തീരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര കട്ടിയാവത്തത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പാവ് വന്നിട്ട് ഇരട്ടുന്ന പരുവ് ആവുന്ന വരെ നമ്മൾ പാവ് ഒന്ന് കുറുകി എടുത്തിട്ട് വേണം മാവിട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ നിലവിൽ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും ഇതിനേക്കാൾ അടിപൊളി വ്യത്യസ്തമായ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.